ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്നത് ചരിത്രത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരാളാണ് പോന്തിയോസ് പീലാത്തോസ്. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ അല്ലെങ്കിൽ അങ്ങനെ കരുതപ്പെടുന്ന ചില രേഖകൾ. അതെ. യൂദയായിലെ റോമൻ ഗവർണർ ആയിരുന്നല്ലോ അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കാലം, പ്രത്യേകിച്ച് യേശുവുമായി ബന്ധപ്പെട്ട ആ സംഭവങ്ങൾ, അത് അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ എങ്ങനെയായിരുന്നു? അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളത് യൂദയായിലെ ഗവർണർ പീലാത്തോസിന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നൊരു രേഖയാണ്. അതിലെ ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ശരിയാണ്. ഇത് എന്താ പറയാ, ചരിത്രത്തിൽ ഇങ്ങനെ സ്വന്തം ഭാഗം വിശദീകരിക്കുന്നതൊരു വിവരണം കിട്ടുന്നത് തന്നെ വളരെ അപൂർവമാണ്. അതെ. ഇതിൽ പറയുന്നൊരു പ്രധാന കാര്യം, യേശുവിനെ മോചിപ്പിക്കാൻ പീലാത്തോസ് ശ്രമിച്ചു, പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം അത് നടന്നില്ല എന്നാണ്. അപ്പൊ നമുക്കതിലേക്ക് ആഴത്തിലൊന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും. ഇത് ശ്രദ്ധേയമാണ്. കാരണം ഔദ്യോഗിക ചരിത്രരേഖകളിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ചിത്രം കിട്ടിയേക്കാം. പക്ഷെ ഒന്നോർക്കണം, ഇത്തരം ഓർമ്മക്കുറിപ്പുകൾ എപ്പോഴും ഒരു വ്യക്തിപരമായ ന്യായീകരണം കൂടിയാകാം. അത് ശരിയാണ്. എന്തായാലും നമുക്ക് ആ ഓർമ്മക്കുറിപ്പുകൾ പറയുന്ന കഥയിലേക്ക് കടക്കാം. തുടക്കം ഇങ്ങനെയാണ്. ഒരു പുലർച്ചെ ചക്രവർത്തിയുടെ ദൂതൻ വരുന്നു. ഓക്കെ. യൂദയായുടെ ഗവർണറായി നിയമിച്ചുകൊണ്ടുള്ള ആ ചുരുളുമായിട്ട്. പീലാത്തോസിന് ഭയങ്കര സന്തോഷമായി. സ്വാഭാവികം, വലിയൊരു പദവിയാണല്ലോ. അതെ. പക്ഷെ അതേസമയം യൂദയ, അത് ഭരിക്കാനുള്ള ആ വെല്ലുവിളി, അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. കാരണം റോമൻ ഭരണത്തോട് അവിടെ എപ്പോഴും ഒരു എതിർപ്പുണ്ടായിരുന്നു. സീലോട്സ് എന്നൊക്കെ പറയുന്നത്. അതെ, ആ വിപ്ലവകാരികൾ അവരെപ്പോഴും ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇത് വലിയ ഉത്തരവാദിത്തമാണെന്ന് പുള്ളിക്ക് അറിയാമായിരുന്നു. സന്തോഷത്തോടെ ദൂതൻ ഒരു സ്വർണ്ണ നാണയമൊക്കെ സമ്മാനമായി കൊടുത്തുവെന്നും പറയുന്നുണ്ട്. യൂദയുടെ ആ ഒരു എന്താ പറയാ, തിളച്ചമറിയുന്ന രാഷ്ട്രീയ സാഹചര്യം, അത് ശരിക്കും ഒരു ഗവർണർക്ക് വലിയ തലവേദനയാണ്. ഉറപ്പായും. അങ്ങനെ അദ്ദേഹം യൂദയായിലെത്തി ജെറുസലേമിലെ ഗവർണറുടെ വസതിയിൽ താമസം തുടങ്ങി. തുടക്കത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു താൽക്കാലിക ശാന്തതയുണ്ടായിരുന്നു. പക്ഷേ മുൻകരുതൽ എന്ന നിലയിൽ ഈ സീലോട്ടുകളുടെ നീക്കങ്ങളൊക്കെ അറിയാൻ ഒരു ചെറിയ ഇന്റലിജൻസ് ടീമിനെ സെറ്റ് ചെയ്തു. ഒരു ഗവർണർക്ക് അത് അത്യാവശ്യമാണല്ലോ. അതെ. ഈ ടീം കൊടുക്കുന്ന റിപ്പോർട്ടുകളിലാണ് ആദ്യമായിട്ട് യേശുവിന്റെ പേര് വരുന്നത്. നസ്രത്തിലെ യേശു. ഓഹോ. അദ്ദേഹം പൊതുയോഗങ്ങൾ നടത്തുന്നു, ആളുകളെ ആകർഷിക്കുന്നു, രോഗശാന്തി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നൊക്കെ. പക്ഷെ പീലാത്തോസ് ഇതിനെ ഒരു രാഷ്ട്രീയ ഭീഷണിയായിട്ടൊന്നും കണ്ടില്ല ആദ്യം. ഇല്ല. ഓർമ്മക്കുറിപ്പിൽ പറയുന്നത് അതൊരു ആത്മീയ മുന്നേറ്റം പോലെ അദ്ദേഹത്തിന് തോന്നിയുള്ളൂ എന്നാണ്. പുള്ളിയുടെ പ്രധാന നോട്ടം റോമൻ ഭരണത്തിനെതിരെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളിലായിരുന്നു. അതൊരു പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ ഒരു മിസ്കാൽക്കുലേഷൻ ആയിരുന്നു. കാരണം മതപരമായ മുന്നേറ്റങ്ങൾ പെട്ടെന്ന് രാഷ്ട്രീയമായി മാറാമല്ലോ. അതൊരു പോയിന്റാണ്. പക്ഷേ ഈ രേഖ അനുസരിച്ച് പീലാത്തോസ് അന്ന് അതിനെ അങ്ങനെ കണ്ടില്ല. നേരിട്ടുള്ള ഒരു കലാപസാധ്യതയായിട്ട് തോന്നിയില്ല. ശരി. ഇതിനിടയിലാണ് കൗൺസിൽ അംഗങ്ങൾ ഒരു പുതിയ ആശയം കൊണ്ടുവരുന്നത്. ജനങ്ങളെ രസിപ്പിക്കാൻ ഒരു കൊളോസിയം പണിയം. ഓ, റോമൻ സ്റ്റൈലിൽ ഗ്ലാഡിയേറ്റർമാരുടെ പോരാട്ടം, മൃഗവേട്ട, അതൊക്കെയാണോ? അതെ, അതൊക്കെ നടത്തിയാൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിയുമെന്നായിരുന്നു അവരുടെ ഒരു ചിന്ത. പക്ഷെ പീലാത്തോസിന് ഇതിനോട് തീരെ താൽപ്പര്യമുണ്ടായിരുന്നില്ല. ഓർമ്മക്കുറിപ്പിൽ പറയുന്നത് ഈ രക്തച്ചൊരിച്ചിലൊക്കെ കാണുന്നതിനോട് അദ്ദേഹത്തിന് വ്യക്തിപരമായി വിയോജിപ്പുണ്ടായിരുന്നു എന്നാണ്. ആഹാ, അതൊരു ശ്രദ്ധേയമായ കാര്യമാണല്ലോ, ഒരു റോമൻ ഗവർണർ. അതെ. വെറും നേരം പോക്കിനു വേണ്ടി മനുഷ്യരെയും മൃഗങ്ങളെയും കൊല്ലുന്നത് ധാർമ്മികമായി ശരിയല്ലെന്ന് അദ്ദേഹം കരുതി. പക്ഷേ ഇവിടെയാണ് രസം. അദ്ദേഹം ഈ ധാർമ്മികമായ കാരണം നേരിട്ട് പറഞ്ഞില്ല. പിന്നെന്ത് പറഞ്ഞു? പകരം കൊളോസിയം പണിയാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്, ഗ്ലാഡിയേറ്റർമാരെയും മൃഗങ്ങളെയും ഒക്കെ കൊണ്ടുവരുന്നത് വലിയ പ്രായോഗിക പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് തന്ത്രപൂർവം ആ പദ്ധതി ഒഴിവാക്കി. ഓക്കെ, അതായത് നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കി അല്ലേ? ഇത് അദ്ദേഹത്തിന്റെ ഒരു ഭരണതന്ത്രം കാണിക്കുന്നുണ്ട്. സ്വന്തം നിലപാട് നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രശ്നം ഒഴിവാക്കി. ശരിയാണ്. റോമൻ അധികാരികളോടോ അല്ലെങ്കിൽ അവിടുത്തെ പ്രമാണിമാരോടോ നേരിട്ട് ഒരു എതിർപ്പ് കാണിക്കാതിരിക്കാനാവും. എന്നിട്ട് പകരം 2 പദ്ധതികൾ മുന്നോട്ട് വെച്ചു. ഒന്ന്, നാടകങ്ങളും മറ്റ് കലാപരിപാടികളും നടത്താൻ ഒരു ആംഫി തിയേറ്റർ. 2, നഗരത്തില് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അത് പരിഹരിക്കാൻ ഒരു പുതിയ ജലവിതരണ സംവിധാനം. കൊള്ളാം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ. അതെ.
ഇതിനുള്ള പണം കണ്ടെത്താൻ ഹെറോദേസിന്റെ കുടുംബത്തെയും ദേവാലയത്തിലെ അധികാരികളെയും സമീപിച്ചു. ഇത് യൂദയുടെ നല്ലതിനു വേണ്ടിയാണെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി. ഇത് ശരിക്കും പീലാത്തോസിന്റെ ഒരു പ്രായോഗിക ബുദ്ധിയാണ് കാണിക്കുന്നത്. സാധാരണ ഗവർണർമാർ സൈനിക കാര്യങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കാറ്. പക്ഷെ ഇവിടെ ജനക്ഷേമത്തിനും സാംസ്കാരിക കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തു. ഒരുപക്ഷേ ജനങ്ങളുടെ ഇടയിലൊരു നല്ല പേരുണ്ടാക്കാനും ഇത് സഹായിച്ചിട്ടുണ്ടാവാം. ഉണ്ടാവാം. അങ്ങനെ കുറച്ചുകാലം കാര്യങ്ങൾ ഒരുവിധം ശാന്തമായി പോയി. പക്ഷെ അധികം വൈകിയില്ല യേശുവുമായി ബന്ധപ്പെട്ട ആ സംഭവങ്ങൾ വരുന്നത്. അതെ, അതാണ് നിർണായകമായത്. ഒരു ദിവസം രാവിലെ യഹൂദ നേതാക്കൾ വലിയൊരു പരാതിയുമായിട്ട് ഗവർണറുടെ വസതിക്ക് മുന്നിലെത്തി. യേശുവിനെതിരെ. അന്ന് ശബത്തായിരുന്നു. അതുകൊണ്ട് അവർക്ക് വസതിക്കുള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. ആചാരപ്രകാരം. അതെ, അവർ പുറത്തുനിന്ന് ബഹളം വെക്കാൻ തുടങ്ങി. ഇതു കണ്ടിട്ട് പീലാത്തോസ് ഓർമ്മക്കുറിപ്പിൽ പറയുന്നത്, ഈ ആചാരങ്ങളൊക്കെ ഒരുനാൾ ഇവരുടെ നാശത്തിന് കാരണമാകും എന്നു മനസ്സിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ചെന്നൂന്നാണ്. അത്രയ്ക്ക് അസ്വസ്ഥനായിരുന്നു അദ്ദേഹം. ആയിരുന്നു. പുറത്തു ചെന്ന് അവരെ കണ്ടു, അവരുടെ പരാതി കേട്ടു. യേശു സ്വയം ദൈവപുത്രനാണെന്ന് പറയുന്നു, നിയമങ്ങൾ ലംഘിക്കുന്നു എന്നൊക്കെ. പ്രധാന ആരോപണങ്ങൾ അതായിരുന്നല്ലേ? അതെ. എന്നിട്ട് അവർ ആവശ്യപ്പെട്ടത് യേശുവിന് മരണശിക്ഷ കൊടുക്കണം എന്നാണ്. റോമൻ ഗവർണറോട്. അതെ. പീലാത്തോസ് ആദ്യം പറഞ്ഞു, നിങ്ങളുടെ നിയമം വെച്ച് നിങ്ങൾ ശിക്ഷിച്ചോളൂന്ന്. പക്ഷെ അവര് പറഞ്ഞു, ഇല്ല, മരണശിക്ഷ വിധിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല, അത് താങ്കൾ തന്നെ ചെയ്യണം. കാരണം വധശിക്ഷ നടപ്പാക്കാനുള്ള അധികാരം റോമൻ ഗവർണർക്കായിരുന്നു. ശരിയാണ്. അപ്പോ പീലാത്തോസ് ഒരു വഴി നോക്കി. യേശു ഗലീലിയാക്കാരനാണല്ലോ, അവിടുത്തെ ഭരണാധികാരി ഹെറോദേസ് ആണല്ലോ. അപ്പോ യേശുവിനെ ഹെറോദേസിനടുത്തേക്ക് അയച്ചു. ഒരുപക്ഷേ ആ പ്രശ്നത്തിൽ നിന്ന് തലയൂരാൻ നോക്കിയതാവാം. അതൊരു സാധ്യതയാണ്, നിയമപരമായി ശരിയുമാണ്. പക്ഷേ ഹെറോദേസ് പ്രത്യേകിച്ചൊരു വിധി പറയാതെ യേശുവിനെ തിരിച്ചയച്ചു. ഓഹോ, അപ്പോ പന്ത് വീണ്ടും പീലാത്തോസിന്റെ കോർട്ടിൽ. അതെ. അതോടെ പീലാത്തോസിന്റെ മേലുള്ള സമ്മർദ്ദം കൂടി. യഹൂദ നേതാക്കളും ജനക്കൂട്ടവും മുറവിളി കൂട്ടാൻ തുടങ്ങി, യേശുവിനെ ക്രൂശിക്കണം. ജനക്കൂട്ടം അതാണല്ലോ പലപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതെ. ഗത്യന്തരമില്ലാതെ പീലാത്തോസ് തീരുമാനിച്ചു, എന്നാൽ പിന്നെ യേശുവിനെ നേരിട്ട് ചോദ്യം ചെയ്യാമെന്ന്. ശരി. അങ്ങനെ യേശുവിനെ അകത്തേക്ക് വിളിപ്പിച്ചു, ചോദ്യം ചെയ്തു. അതിനുശേഷം പീലാത്തോസ് പുറത്തുവന്നു, ജനക്കൂട്ടത്തോട് പറഞ്ഞു, നോക്കൂ, ഞാൻ ഈ മനുഷ്യനെ ചോദ്യം ചെയ്തു. ഇദ്ദേഹത്തിൽ മരണശിക്ഷയ്ക്ക് അർഹമായ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. അദ്ദേഹം അത് വ്യക്തമായി പറഞ്ഞു. പക്ഷെ ജനക്കൂട്ടം അടങ്ങിയില്ല. അവർ കൂടുതൽ ബഹളം വെച്ചു. ഇല്ല, അവൻ സ്വയം രാജാവാണെന്ന് പറയുന്നു, സീസറിനെ ധിക്കരിക്കുന്നു. അങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നു. ഓ, രാജാവാണെന്ന് പറയുന്നത് റോമിനെ സംബന്ധിച്ചിടത്തോളം രാജ്യദ്രോഹമാണ്. അതെ. അതോടെ പീലാത്തോസ് വീണ്ടും ആശയക്കുഴപ്പത്തിലായി. അദ്ദേഹം യേശുവിനെ വീണ്ടും ചോദിച്ചു, സത്യം പറ, നീ യഹൂദരുടെ രാജാവാണോ? നിർണായകമായ ചോദ്യം. യേശുവിന്റെ മറുപടി അത് വളരെ വ്യത്യസ്തമായിരുന്നു. എന്റെ രാജ്യം ഈ ലോകത്തിലുള്ളതല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നെ പിടിക്കാതിരിക്കാൻ എന്റെ ആളുകൾ യുദ്ധം ചെയ്യുമായിരുന്നു. അതായത് ഒരു രാഷ്ട്രീയ രാജ്യമല്ല എന്ന്. അതെ. അപ്പൊ പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീയൊരു രാജാവ് തന്നെയല്ലേ? വീണ്ടും അതേ ചോദ്യം. യേശു പറഞ്ഞു, അങ്ങ് പറയുന്നു, ഞാൻ വന്നത് സത്യത്തിന് സാക്ഷ്യം നൽകാനാണ്. സത്യത്തിൽ നിന്നുള്ളവർ എന്റെ സ്വരം കേൾക്കും. സത്യം. അപ്പോഴാണ് പീലാത്തോസ് ആ ചോദ്യം ചോദിച്ചത്, ലോകപ്രശസ്തമായ ചോദ്യം, എന്താണ് സത്യം? ക്വിഡെസ്റ്റ് വെരിതാസ്. എന്താണ് സത്യം? ഇതൊരു ആത്മാർത്ഥമായ അന്വേഷണമായിരുന്നു, അതോ ഒരു റോമൻ ഭരണാധികാരിക്ക് തത്വചിന്തയിൽ താൽപ്പര്യമുള്ള ഒരാൾക്ക് തോന്നിയ ഒരു വാചാടോപം മാത്രമായിരുന്നു? അന്നത്തെ റോമൻ ലോകത്ത് സത്യമെന്നത് വലിയ ചർച്ചാ വിഷയമായിരുന്നു, പലതരം ചിന്താധാരകൾ. ശരിയാണ്. പക്ഷേ ഓർമ്മക്കുറിപ്പിൽ പറയുന്നത് ആ ഉത്തരം കേൾക്കാൻ പീലാത്തോസിന് പറ്റിയില്ല എന്നാണ്. കാരണം പുറത്ത് ജനങ്ങളുടെ ബഹളം അത്രയ്ക്ക് കൂടിയിരുന്നു. ഓക്കെ, ആ സന്ദർഭം അതിനനുവദിച്ചില്ല. ഇല്ല. അപ്പോ യേശുവിനെ രക്ഷിക്കാൻ പീലാത്തോസ് അടുത്തടവ് നോക്കി. പെസഹ പെരുന്നാളിന് ഒരു തടവുകാരനെ വെറുതെ വിടുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ സമ്പ്രദായം. അതെ. പീലാത്തോസ് എന്തു ചെയ്തു? കുപ്രസിദ്ധനായ ഒരു കൊള്ളക്കാരനുണ്ടായിരുന്നു, ബറബാസ്. ഈ ബറബാസിനെയും യേശുവിനെയും ജനങ്ങളുടെ മുന്നിൽ നിർത്തി. എന്നിട്ട് ചോദിച്ചു, ഇവരിൽ ആരെയാണ് നിങ്ങൾക്ക് വിട്ടുതരേണ്ടത്? പീലാത്തോസ് ഒരുപക്ഷെ കണക്കുകൂട്ടിയത് ഒരു കൊള്ളക്കാരനേക്കാളും ആളുകൾ യേശുവിനെ തെരഞ്ഞെടുക്കുമെന്നായിരിക്കണം. അതെ, അതായിരിക്കണം. നിരപരാധിയായ ഒരാളെ വെറുതെ വിടാൻ അവർ പറയുമെന്ന് കരുതി. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. എന്താണ് സംഭവിച്ചത്?
ജനക്കൂട്ടം ഒന്നടങ്കം അലറി വിളിച്ചു, ബരബാസിനെ വിടുക, യേശുവിനെ ക്രൂശിക്കുക. അവിശ്വസനീയം. ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു അത്. ഈ ഘട്ടത്തിൽ പീലാത്തോസ് ആകെ ധർമ്മസങ്കടത്തിലായി. ഒരു വശത്ത് യേശുവിൽ കുറ്റം കാണുന്നില്ല, മറുവശത്ത് ജനക്കൂട്ടം. അതെ, ഓർമ്മക്കുറിപ്പിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. തലേന്ന് രാത്രി പീലാത്തോസിന്റെ ഭാര്യ ഒരു സ്വപ്നം കണ്ടിരുന്നു. ഓഹോ. എന്നിട്ട് പീലാത്തോസിനൊരു മുന്നറിയിപ്പ് കൊടുത്തു. ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, ഞാൻ സ്വപ്നത്തിൽ അദ്ദേഹത്തെ പ്രതി ഒരുപാട് അനുഭവിച്ചു എന്ന്. അപ്പൊ ഭാര്യയുടെ ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഉണ്ട്. അതും ഒരു വശത്ത്. മറുവശത്ത് ഈ യഹൂദ നേതാക്കളുടെയും ജനക്കൂട്ടത്തിന്റെയും ഭീഷണി. യേശുവിനെ വിട്ടാൽ വലിയ ലഹളയുണ്ടാകും. അത് റോമിൽ ചക്രവർത്തിയുടെ അതൃപ്തി കാരണമാകും. ഗവർണർ സ്ഥാനം തന്നെ തെറിച്ചേക്കാം. ഉറപ്പായും. ഒരു ഗവർണറുടെ പ്രധാന ജോലി ക്രമസമാധാനം നോക്കുക എന്നതാണല്ലോ. അപ്പോൾ വ്യക്തിപരമായ നീതിബോധവും ഭരണപരമായ ആവശ്യകതകളും തമ്മിലുള്ള ഒരു വലിയ സംഘർഷം. ശരിക്കും ഒരു ട്രാജിക് സിറ്റുവേഷൻ. ഇവിടെയാണ് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭീകരത കാണുന്നത്. റോമൻ സാമ്രാജ്യത്വവും പ്രാദേശിക ശക്തികളും തമ്മിലുള്ള ആ ഒരു അധികാര വടംവലി, അതിന്റെ ഇരയാവുകയായിരുന്നോ പീലാത്തോസ്? അങ്ങനെയും വ്യാഖ്യാനിക്കാം. ഒടുവിൽ ജനക്കൂട്ടത്തെ സമാധാനിപ്പിക്കാൻ വേറെ വഴിയില്ലെന്ന് കണ്ടപ്പോൾ പീലാത്തോസ് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. കൈ കഴുകാൻ. അതെ. എന്നിട്ട് എല്ലാവരും കാണെ കൈ കഴുകി. എന്നിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വം. ആ പ്രശസ്തമായ രംഗം. അതെ. ഓർമ്മക്കുറിപ്പിൽ പറയുന്നത് വലിയ വേദനയോടെയും ഹൃദയഭാരത്തോടെയുമാണ് അദ്ദേഹം യേശുവിനെ ക്രൂശിക്കാനായി പട്ടാളക്കാർക്ക് വിട്ടുകൊടുത്തതെന്നാണ്. എന്നിട്ട് അദ്ദേഹം അവിടുന്ന് പോയി. അങ്ങനെ ആ തീരുമാനമെടുത്തു. പക്ഷെ അതുകൊണ്ടും തീർന്നില്ല. യേശുവിനെ ക്രൂശിച്ച ശേഷം ആ കുരിശിനു മുകളിൽ ഒരു ബോർഡ് വെച്ചിരുന്നു. അതെ, INRI എന്ന് നമ്മൾ കാണാറുള്ളത്. അതെ, യഹൂദരുടെ രാജാവായ നസ്രായൻ യേശു എന്ന് പീലാത്തോസ് എഴുതി വെപ്പിച്ചു. ഇത് കണ്ടിട്ട് യഹൂദ നേതാക്കൾക്ക് വീണ്ടും ദേഷ്യം വന്നു. അവര് പീലാത്തോസിന്റെ അടുത്ത് തിരിച്ചു വന്നു. എന്തിന്? ആ എഴുത്തു മാറ്റണം, യഹൂദരുടെ രാജാവല്ല, ഞാൻ യഹൂദരുടെ രാജാവാണെന്ന് അവൻ പറഞ്ഞു എന്ന് മാറ്റി എഴുതണം. ഓക്കേ, അതായത് അത് യേശുവിന്റെ ഒരു അവകാശവാദം മാത്രമായിരുന്നു എന്ന് വരുത്തണം. അതെ. പക്ഷെ അപ്പോഴേക്കും പീലാത്തോസിനും മതിയായിരുന്നു. പുള്ളി ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി, ഇനി പോയിക്കോളൂ. അവിടെ ഒരു ഉറച്ച നിലപാട് എടുത്തു. പിന്നീട് അരിമത്യാക്കാരൻ ജോസഫ് എന്നു പേരുള്ള ഒരാള് വന്നു. യേശുവിന്റെ ഒരു അനുഭാവിയായിരുന്നു. അദ്ദേഹം വന്നിട്ട് യേശുവിന്റെ ശരീരം ഏറ്റുവാങ്ങി സംസ്കരിക്കാൻ അനുവാദം ചോദിച്ചു, യഹൂദാചാരപ്രകാരം. ഇത് കേട്ടപ്പോൾ പീലാത്തോസിന് ഒരു ചെറിയ സന്തോഷം തോന്നിയെന്ന് പറയുന്നു. അതായത് മരണശേഷമെങ്കിലും യേശുവിനെ ആദരിക്കാൻ ഒരാൾ വന്നല്ലോ എന്നോർത്ത് ഉടനെ അനുമതി കൊടുത്തു. ശരി. എന്നാൽ കഥ അവിടെയും തീർന്നില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ജെറുസലേം നഗരത്തിൽ പുതിയൊരു വാർത്ത പരന്നു. എന്തായിരുന്നു അത്? യേശു ഉയർത്തെഴുന്നേറ്റു എന്ന്, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്നൊക്കെ. ഓ, ഉയർത്തെഴുന്നേൽപ്പ്. അതെ. ഇത് കേട്ട് പീലാത്തോസ് ആകെ ആശയക്കുഴപ്പത്തിലായി. ഒരു റോമൻ ഭരണാധികാരിയുടെ യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ലല്ലോ ഇത്. തീർച്ചയായുമല്ല. അദ്ദേഹം ആ ജോസഫിനെ വീണ്ടും വിളിപ്പിച്ചു, കാര്യങ്ങൾ തിരക്കി. ശരീരം കല്ലറയിൽ വെച്ച് വലിയ കല്ലുകൊണ്ട് അടച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു. ജോസഫ് അതൊക്കെ ഉറപ്പിച്ചു പറഞ്ഞു. എന്നിട്ടും പീലാത്തോസിന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. അദ്ദേഹത്തിന്റെ ചാരന്മാർ വേറൊരു റിപ്പോർട്ടും കൊടുത്തു. യേശുവിന്റെ അനുയായികൾ രഹസ്യമായിട്ട് പലയിടത്തും യോഗം ചേരുന്നുണ്ട്. പക്ഷെ അവർ റോമൻ ഭരണത്തിനൊരു ഭീഷണിയൊന്നും ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് നടപടിയെടുക്കേണ്ട കാര്യമില്ല എന്നും റിപ്പോർട്ട് ചെയ്തു. അപ്പോ പീലാത്തോസ ഉയർത്തെഴുന്നേപ്പ് വാർത്തയെ ഒരു കിംവദന്തിയായി തള്ളിക്കളഞ്ഞുവെന്നാണോ? അതോ? ഓർമ്മക്കുറിപ്പ് പ്രകാരം ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു. വിശ്വസിക്കണോ വേണ്ടയോന്നറിയാത്തൊരവസ്ഥ. പക്ഷെ രാഷ്ട്രീയമായി അതൊരു ഭീഷണിയല്ലെന്ന് ഉറപ്പുവരുത്തി. അദ്ദേഹത്തിന്റെ ശ്രദ്ധ അപ്പോഴും ക്രമസമാധാനത്തിൽ തന്നെയായിരുന്നു. ഒരു ഗവർണർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രാഥമിക പരിഗണന അതായിരുന്നല്ലോ. അതെ. കാലം കുറച്ചുകൂടി കടന്നുപോയി. റോമിൽ ചക്രവർത്തി മാറി. ടിബേരിയസിനു ശേഷം കലിഗുള വന്നു. കലിഗുള, കുപ്രസിദ്ധനായ ചക്രവർത്തി. അതെ. ഈ കലിഗുളയ്ക്ക് പീലാത്തോസിനോട് പണ്ടുമുതലേ ചെറിയ ചില നീരസങ്ങളുണ്ടായിരുന്നു, ചില പഴയ കണക്കുകൾ. അപ്പോ എന്ത് സംഭവിച്ചു? പണ്ട് യൂദയ ഗവർണറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവുമായി വന്ന അതേ ദൂതൻ തന്നെ. അതെ, അദ്ദേഹം വീണ്ടും വന്നു. ഇത്തവണ പീലാത്തോസിനെ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്തുകൊണ്ടുള്ള ഉത്തരവുമായിട്ടാണ് വന്നത്. ഓ,
അധികാരം നഷ്ടപ്പെടുന്നു. അതെ. ഓർമ്മക്കുറിപ്പിന്റെ അവസാന ഭാഗത്ത് പിലാത്തോസ് ഒരു പ്രതിസന്ധി നേരിടുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുന്നിൽ 3 വഴികളാണുണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു അത്? 1, റോമിലേക്ക് തിരിച്ചു പോകുക, ഒരു സാധാരണ പൗരനായി ശിഷ്ടകാലം ജീവിക്കുക. 2, ഇങ്ങനെ അപമാനിതനായി മറ്റുള്ളവരുടെ ദയയിൽ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് എന്ന് ചിന്തിക്കുക, അതായത് ആത്മഹത്യ. 3, യേശു അവസാനമായി അദ്ദേഹത്തോട് പറഞ്ഞ ആ സത്യത്തിന്റെ രാജ്യം, അതിനുവേണ്ടി സ്വയം സമർപ്പിക്കുക. സത്യത്തിന്റെ രാജ്യം. യേശുവുമായുള്ള ആ സംഭാഷണം അദ്ദേഹത്തെ അത്രയ്ക്ക് സ്വാധീനിച്ചോ? ഈ ഓർമ്മക്കുറിപ്പ് വിശ്വസിക്കാമെങ്കിൽ അതെ, പിലാത്തോസ് ഈ 3ാമത്തെ വഴിയാണ് തെരഞ്ഞെടുത്തത് എന്നാണ് രേഖ സൂചിപ്പിക്കുന്നത്. ആശ്ചര്യകരം. അതെ. അപ്പോ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്തു തോന്നുന്നു? ഈ ഓർമ്മക്കുറിപ്പുകൾ നൽകുന്ന പീലാത്തോസിന്റെ ചിത്രം എന്താണ്? നമ്മൾ സാധാരണ കേൾക്കുന്ന അക്രൂരനായ, ദുർബലനായ ഭരണാധികാരി മാത്രമാണോ? അതോ വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിൽ പെട്ടുപോയ, ഒരുപക്ഷെ യേശുവിനോട് ഒരു നീതി പുലർത്താൻ ആഗ്രഹിച്ചിട്ടും അതിന് കഴിയാതെ പോയ ഒരാളാണോ? യേശുവിന്റെ വാക്കുകൾ പിന്നീട് അദ്ദേഹത്തെ സ്വാധീനിച്ചുവെന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. ശരിയാണ്. പക്ഷേ വീണ്ടും ആ ചോദ്യം വരും, ഈ സത്യത്തിന്റെ രാജ്യം തേടാനുള്ള തീരുമാനം, അത് അധികാരം നഷ്ടപ്പെട്ട ഒരാളുടെ ഒരു ആശ്വാസം കണ്ടെത്തലായിരുന്നോ? അതോ ഒരു യഥാർത്ഥ മാനസാന്തരത്തിന്റെ സൂചനയായിരുന്നോ? അതോ ഓർമ്മക്കുറിപ്പിൽ ചേർത്ത ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമാണോ? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. ഒരു കാര്യം ഓർക്കാം, വിചാരണാ സമയത്ത് പീലാത്തോസ് ചോദിച്ച ആ ചോദ്യം, എന്താണ് സത്യം? ഒരുപക്ഷേ ഈ ഓർമ്മക്കുറിപ്പ് പ്രകാരം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗം ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള ഒരു യാത്രയായിരുന്നു. അല്ലെങ്കിൽ ചരിത്രത്തിന്റെ കുത്തൊഴുക്കിൽ അധികാരം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു അസ്തിത്വപരമായ പ്രതിസന്ധി, അത്രമാത്രം. അത് കേൾവിക്കാർക്ക് ചിന്തിക്കാൻ വിടാം. എന്തായാലും പോന്തിയോസ് പീലാത്തോസ് എന്ന സങ്കീർണമായ വ്യക്തിത്വത്തെ അദ്ദേഹത്തിന്റേതെന്ന് കരുതുന്ന വാക്കുകളിലൂടെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഇത്. തീർച്ചയായും ചരിത്രത്തെ പല കോണുകളിൽ നിന്ന് നോക്കിക്കാണേണ്ടതിന്റെ പ്രാധാന്യം ഇതോർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ വിശകലനം ഇവിടെ നിർത്തുകയാണ്. അടുത്ത തവണ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊരുമിച്ചു പോകാം. എല്ലാവർക്കും നന്ദി.